നമസ്കാരം. പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്ന ഫ്രാൻസിന്റെ തീരുമാനത്തിന് കൂട്ടായി കാനഡയും എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ ബ്രിട്ടനും നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് കാനഡയും രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും പലസ്തീനെ അംഗീകരിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. സെപ്റ്റംബറിൽ ചേരുന്ന ഐക്യരാഷ്ട്ര സമിതിയുടെ 80ാമത് ജനറൽ അസംബ്ലിയിൽ പലസ്തീനെ അംഗീകരിക്കാൻ ഉദ്ദേശിക്കുന്നതായാണ് കനേഡിയൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിനൊപ്പം സമാധാനത്തിലും സുരക്ഷയിലും ജീവിക്കുന്ന സ്വതന്ത്രവും പരമാധികാരമുള്ള പലസ്തീൻ രാഷ്ട്രമെന്ന പരിഹാരത്തിന് കാനഡ വളരെ കാലമായി പ്രതിജ്ഞാബദ്ധമാണെന്നും കാർണി വ്യക്തമാക്കി. പലസ്തീൻ അതോറിറ്റി വളരെ അത്യാവശ്യമായ പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകാൻ പ്രതിജ്ഞാബദ്ധമായതിനാലാണ് കാനഡ പലസ്തീനെ അംഗീകരിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഗാസയിൽ നടക്കേണ്ടിയിരുന്ന തിരഞ്ഞെടുപ്പ് 2026 നടത്താമെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഹമാസിന് ഒരു പങ്കാളിത്തവും ഉണ്ടാകില്ല എന്നും പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് ഉറപ്പു നൽകിയെന്നും കാർണി വ്യക്തമാക്കുന്നു. അതായത് പലസ്തീൻ രാഷ്ട്രത്തെ ഒരിക്കലും ഒരു സൈനികമായി വൽക്കരിക്കില്ല എന്നാണ് അബ്ബാസ് ഉറപ്പു നൽകുന്നത്. മധ്യപൂർവേഷ്യയിലെ ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ ഇസ്രയേലിന്റെ നിലനിൽപ്പിനെ പിന്തുണയ്ക്കുമെന്നും കാർണി വ്യക്തമാക്കി. ഇസ്രയേലിന് ശാശ്വത സമാധാനം കൈവരിക്കുന്നതിനായി പ്രായോഗികവും സുസ്ഥിരവുമായ ഒരു പലസ്തീൻ രാഷ്ട്രം ആവശ്യമാണെന്നും അതോടൊപ്പം ഇസ്രയേലിന്റെ അനിഷേധ്യമായ സുരക്ഷയ്ക്കുള്ള അവകാശം അംഗീകരിക്കപ്പെടണമെന്നും കാർണി ആവശ്യപ്പെട്ടു. ഒട്ടോവയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ നിലപാട് വ്യക്തമാക്കൽ. വിദേശകാര്യമന്ത്രി അനിത ആനന്ദും കാർണിക്കൊപ്പം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി ചൊവ്വാഴ്ച നടന്ന ചർച്ചകൾക്ക് പിന്നാലെയാണ് പലസ്തീനെ അംഗീകരിക്കുമെന്ന നിലപാടുമായി കനേഡിയൻ പ്രധാനമന്ത്രി ബുധനാഴ്ച രംഗത്ത് വന്നത്. എന്നാൽ ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം കാനഡയെ തള്ളി രംഗത്തെത്തുകയും ചെയ്തു. എക്സിൽ പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് കാനഡയുടെ ആവശ്യം ഇസ്രയേൽ തള്ളിയത്. കാനഡയുടെ ആവശ്യം ഹമാസിനുള്ള സമ്മാനമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ഇസ്രയേലിന്റെ നിലപാട്. ഈ സമയത്ത് കനേഡിയൻ സർക്കാരിന്റെ നിലപാട് മാറ്റം ഹമാസിനുള്ള സമ്മാനമാണ്. ഇത് ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾക്കും ബന്ദികളെ മോചിപ്പിക്കാനുള്ള ചട്ടക്കൂട് തയ്യാറാക്കുന്നതിനും തടസ്സമാണെന്നും ഇസ്രയേൽ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രയേലിനെതിരായ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന്റെ വികലമായ പ്രചാരണത്തിന് വഴങ്ങില്ല എന്നും കാനഡയിലെ ഇസ്രയേൽ അംബാസിഡർ ഇദോ മോയ്സ് എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കി. നമ്മുടെ പൂർവിക മാതൃരാജ്യത്ത് നമ്മുടെ ഉന്മൂലനം ആഗ്രഹിക്കുന്ന ഒരു ജിഹാദിസ്റ്റ് രാഷ്ട്രത്തെ അടിച്ചേൽപ്പിക്കുന്നത് അനുവദിച്ചുകൊണ്ട് ഞങ്ങൾ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ത്യജിക്കില്ല എന്നായിരുന്നു അദ്ദേഹം എക്സിൽ കുറിച്ചത്. മാനുഷിക സഹായം പോലും തടയുന്ന ഇസ്രയേലിന്റെ ഉപരോധത്തെ തുടർന്ന് ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പട്ടിണിയും ദുരിതവും വാർത്തയാകുന്ന പശ്ചാത്തലത്തിലാണ് ഫ്രാൻസിനും ബ്രിട്ടനും പിന്നാലെ പലസ്തീനെ അംഗീകരിക്കുമെന്ന പ്രഖ്യാപനവുമായി കാനഡയും രംഗത്ത് വന്നിരിക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച